ഇതാണ് കേട്ടോ നമ്മുടെ കൊല്ലം ആശ്രാമത്തുള്ള 8 പോയിന്റ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഓപ്പണിംഗ് സമയം 11 മണി മുതലായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല. എന്നാലും വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഗേറ്റ് ഒക്കെ തുറന്നു തന്നു കേട്ടോ. സമാധാനമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് കുറച്ച് സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. ഒരുപാട് വൃക്ഷങ്ങളും പിന്നെ കെട്ടിടം തന്നെ കണ്ടില്ലേ, നല്ല ഒരു പഴമയുണർത്തുന്ന കെട്ടിടങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അത് അങ്ങോട്ട് നടന്നു വന്നപ്പോൾ തന്നെ ഇവിടെ ഞാവൽപ്പഴം വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ അത് എടുത്ത് നോക്കി, പക്ഷേ അതിലെന്തോ കടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മരം നിറയെ ഞാവൽപ്പഴങ്ങളാണ് കേട്ടോ. ഒരുപാട് തണലും നല്ല അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ തന്നെ. പിന്നെ അതാ ഇവിടെ ഇങ്ങനെയുള്ള പ്രതിമകളൊക്കെ ഉണ്ട്. കുറച്ചിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇത് മീറ്റിംഗ് ഒക്കെ നടത്താനായിട്ട് ചില ആൾക്കാർ വന്നിട്ട് എടുക്കുന്ന ഏരിയ ആണ് കേട്ടോ ഇവിടെ. അതിൽ അവിടെയുള്ള ഒരു കുഞ്ഞി ആനയിൽ ഇങ്ങനെ തടവുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. ഇത് മീറ്റിംഗ് സ്പേസ് ആണ് കേട്ടോ. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് സമാധാനമായിട്ട് നടത്താം. ആരുടെയും ശല്യമൊന്നും ഉണ്ടാവില്ല. അല്ലു അതിന് ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു മണിയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ബാത്റൂമും കാര്യങ്ങളും ഒക്കെയാണ്. അതായത് ബാക്കിൽ അവർ അവിടെ അങ്ങോട്ട് വിടത്തില്ല, അവിടെ എന്തോ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ മരത്തിൻ്റെ ഇടയിൽ നിറയെ ഞാവൽപ്പഴം വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അല്ലുമോൻ അത് ഓരോന്നോരോന്നായിട്ട് പറക്കി എടുക്കുമായിരുന്നു. പക്ഷെ അതൊന്നും കൊള്ളാത്തോണ്ട് ഞാൻ അവനവിടെ വായിലിടണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം. ഈ സൈഡിലൊക്കെ ഇരിക്കാനായിട്ട് ഒരുപാട് സ്പേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചുമരുകളിലൊക്കെ ഇങ്ങനെ ഓരോ ഫ്രെയിമുകളും ദാണ്ട് ഇവിടെ ഓരോ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ചുമരിലൊക്കെ കണ്ടില്ലേ ഓരോരോ ചിത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അകം. കണ്ടില്ലേ ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരും വരച്ചിട്ടുള്ള പെയിൻറ്റിങ്സുകളാണ്. എന്ത് ഭംഗിയായിട്ടല്ലേ വരച്ചേക്കുന്ന, കാണാൻ എന്ത് ഭംഗിയാണ് നോക്കി. ഇത് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഒരു മുറിയാണ് കേട്ടോ.